കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനവും ബമ്പർ നറുക്കെടുപ്പും നടത്തി. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ എംഎൽഎയും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനവും ബമ്പർ നറുക്കെടുപ്പും നടത്തി. മൂവാറ്റുപുഴ വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ എംഎൽഎയും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. നിങ്ങളുടെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ 70 വർഷം പാരമ്പര്യമുള്ള 1956 രൂപീകൃതമായ അത് കേരളപ്പിറവിയോടൊപ്പം തന്നെ രൂപീകൃതമായ ഈ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ തീർച്ചയായിട്ടും വളരെയേറെ പാരമ്പര്യം ഉള്ളതും ആ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും ഞാനിവിടെ അറിയാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പില്ലാതെ സമവായത്തിലൂടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന എല്ലാവരും ഐക്യത്തോടുകൂടിയും ഒരു ബന്ധത്തിലൂടെയും സാഹോദര്യത്തോടുകൂടിയും സൗഹൃദത്തിലൂടെയും പോകുന്ന ഒരു അസോസിയേഷനാണെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നറുക്കെടുപ്പിൽ മുജീബ് എംകെയുടെ മറ്റത്തിൽ ഫുട്വെയറിൽ നിന്ന് വാങ്ങിയ വാഴക്കുളം സ്വദേശി ഷൈനി ബാബുവിന് അസോസിയേഷൻ നൽകുന്ന 1-ാം സമ്മാനം നിസാൻ കാർ ലഭിച്ചു. 2-ാം സമ്മാനം പ്രദീപ് വിക്കും ലഭിച്ചു. മറ്റത്തിൽ ഫുട്വെയറിൽ ഷൈനിയാണോ? ഷൈനി ഞാൻ തൊടുപുഴ എംഎൽഎ അബു ജോൺ ജോസഫാണ്. ഞാനിവിടെ മൂവാറ്റുപുഴയിൽ മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു നറുക്കെടുപ്പിൽ വന്നതാണ്. അപ്പോൾ ഷൈനി നമ്മുടെ ആ കടയുടെ മറ്റത്തിൽ ഫുട്വെയർ എന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടോ? അപ്പോൾ 8379 ഒരു കൂപ്പൺ കയ്യിലുണ്ടോ? അപ്പോൾ ഷൈനിക്ക് ഒരു കാർ അടിച്ചിട്ടുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ, ട്രഷറർ KM ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് PM അബ്ദുൾ സലാം, സെക്രട്ടറി ബോബി നെല്ലിക്കൽ, ഗ്രൈൻസ് പ്രസിഡന്റ് റാഫി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് PA, വനിതാ വിംഗ് പ്രസിഡന്റ് വത്സ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനം ചെയ്ത അബു ജോൺ ജോസഫ് ചടങ്ങിൽ ഗാനമാലപിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.